ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ട്രഷേഴ്സ്. ഞാനിന്ന് വന്നിരിക്കുന്നത് പെസഹായുടെ മുന്നോടിയായിട്ട് അല്ലെങ്കിൽ പെസഹായ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്ന അപ്പവും പാലിൻ്റെയും റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാൻ അറിയുമെങ്കിലും പലർക്കും ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഒരു ഉപകാരമാകും. അപ്പോൾ പെസഹായുടെ ഒരു 2 ദിവസം മുൻപാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുരിശ് ഒന്നും ഞാനിതിലിട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ എന്നാണ് ഈ പെസഹ തിരുനാളിനെ നമ്മൾ സാധാരണ പറയാറ്. അപ്പം പുളിപ്പില്ലാത്ത ഒരപ്പവും അതിന് യോജിച്ച നല്ല ടേസ്റ്റുള്ള ഒരു പാലുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് ഒരു 3/4 ഗ്ലാസ് ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. രണ്ടും ഒരു 4 മണിക്കൂർ തൊട്ട് ഒരു 6 മണിക്കൂർ വരെ നല്ലപോലെ കുതിർത്തെടുക്കാം. പിന്നെ ചെറിയുള്ളിയാണ് ഇതിന് വേണ്ടത്. ചെറിയുള്ളി ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ജീരകവും വേണം. ഒരു അരമുറി തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ചിലരൊക്കെ ഇടും. വെളുത്തുള്ളി ഇടണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മളിത് അരച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് വേണമെങ്കിൽ ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാം. അരിപ്പൊടി വെച്ചിട്ടാണെങ്കിൽ 1 ഗ്ലാസ് അരിപ്പൊടിക്ക് ഒരു 1/2 ഗ്ലാസ് ഉഴുന്ന് വെള്ളത്തിലിട്ട് അത് കുതിർത്തി നമ്മൾ അരച്ചെടുക്കണം. നല്ലപോലെ കുതിർത്തിയതിന് ശേഷം കഴുകി വാരിയെടുത്ത ഉഴുന്നാണിത്. എന്നിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് നകന്ന് വരുന്ന അത്രയും വെള്ളം ഒഴിക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും ജീരകവും അതുപോലെ തേങ്ങയും ഇട്ടിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുക. എപ്പോഴും തന്നെ ഇത് സെപ്പറേറ്റ് അരിയും ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അരയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. അതിനുശേഷം നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന അരി ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പിന്നെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്തത്. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ നമ്മൾ ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നും കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു മാവ് കൊണ്ട് ഞാൻ ഒരു 4 അപ്പം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം കൂടുന്നതിനോ കുറയുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി വ്യത്യാസപ്പെടുത്തിയാൽ മതി. ഒരു 1-2 മണിക്കൂർ മാത്രം നമുക്കിതൊന്ന് കുറച്ച് നേരം പുറത്ത് വെച്ചിരുന്നിട്ട് വേണം നമുക്ക് ഈ അപ്പം ഉണ്ടാക്കാനായിട്ട്. അരിപ്പൊടി കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ കലക്കി ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ ജീരകവും ചെറിയുള്ളിയൊക്കെ ചേർത്ത് ഉഴുന്നും കൂടെ ചേർത്ത് അരച്ച് തേങ്ങയും കൂടെ അരച്ചിട്ട് ആ പൊടിയിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഒരു അപ്പച്ചെമ്പ് അടുപ്പത്ത് വെക്കാം. എന്നിട്ട് ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രമാണെങ്കിലും മതി. ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. സ്റ്റീലിൻ്റെ ഒരു വട്ടത്തിലുള്ളൊരു പാത്രമാണെങ്കിലും നമുക്കത് പുഴുങ്ങിയെടുക്കാം. അപ്പം നമുക്ക് ആ വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഈ മാവ് കൂട്ട് ഒഴിച്ച് കൊടുക്കുക. ഒരു അരപ്പാത്രം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആവശ്യത്തിന് കട്ടിയിൽ നമുക്ക് കിട്ടും. ഒരു 15, 20, 25 അത്രയും ഒരു മിനിറ്റിനകത്ത് നമുക്കിത് വെന്തും കിട്ടും. ഇനി നമ്മൾ ഈ പെസഹായ്ക്ക് ഈ അപ്പത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന പാലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങ മുഴുവനായിട്ടും ഒന്ന് ചിരകി എടുത്തിട്ട് അതിൽ ആദ്യം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ട് 1-ാം പാല് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നത് 2-ാം പാലാണ്. അതിന് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സിയിൽ കറക്കിയെടുത്ത് പിഴിഞ്ഞ് ആണ് 2-ാം പാല് റെഡിയാക്കുന്നത്. പിന്നെ നമ്മൾക്ക് ശർക്കര പാനി ആവശ്യമുണ്ട്. ഞാൻ ഒരു 150 ഗ്രാം ശർക്കര എടുത്തൊന്ന് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഇളക്കി നമ്മൾ പാനിയാക്കില്ലേ, അതുപോലെ പാനിയാക്കി തിളപ്പിച്ച് എടുത്തതാണ്. പിന്നെ ഞാനിതിലേക്ക് ഒരു 6 ഏലക്കായും പിന്നെ അതുപോലെ ഒരു കഷ്ണം ചെറിയ ചുക്കും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇനി ജീരകം കൂടെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണോളം വറുത്ത അരിപ്പൊടിയാണ്. അത് നമ്മൾ ഈ 2-ാം പാലിൽ ഒന്ന് കുറച്ച് പാലെടുത്തിട്ട് നല്ലപോലെ ഒന്ന് കട്ടയുടച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. നമ്മളിത് ആ ഒരു പാല് നല്ലൊരു പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിപ്പൊടി ചേർക്കുന്നത്. നമുക്ക് ഒട്ടും തന്നെ ഇങ്ങനെ കുറുകൽ ആവശ്യമില്ലെങ്കിൽ ഒട്ടും ചേർക്കേണ്ട.
എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് കൈവിടാതെ തന്നെ നല്ല പോലെ ഇളക്കി ഒന്ന് പതുക്കെ തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്ക് ഏലക്ക പൊടിച്ചതും അതുപോലെ ചുക്ക് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇളക്കി നല്ലപോലെ തിളപ്പിച്ച് വന്നു കഴിഞ്ഞിട്ടാണ്, അപ്പോൾ അതിൻ്റെ കുറുകൽ കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് പൊടി കുറച്ചും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ലേശം ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം, ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട്. നല്ലപോലെ പാല് കുറുകിയിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇങ്ങനെ 2ാം പാലിൽ കലക്കി ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അങ്ങനെ തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് 1ാം പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴേക്കും ഓഫാക്കി വെക്കാം. തണുത്ത് കഴിയുമ്പോൾ നല്ലപോലെ കുറുകിയിരിക്കും. നല്ല ടേസ്റ്റാണ് ഈ ഒരു പാലും അപ്പവും കൂടെ കൂട്ടി കഴിക്കാനായിട്ട്. പെസഹായുടെ ഒരു ആചാരം അല്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഇതുണ്ടാക്കി കഴിക്കുന്നത് വളരെ ഹെൽത്തിയും എല്ലാവർക്കും കുട്ടികൾക്ക് വരെ വളരെ ഇഷ്ടപ്പെടുന്നതുമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പെസഹ വളരെ സന്തോഷത്തോടെ ആഘോഷിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.